വെറും 24-ാമത്തെ വയസ്സിൽ മരണത്തിനിരയായ നടിയാണ് റാണി പത്മിനി. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഇത്ര ദുരൂഹമായി മരണപ്പെട്ട മറ്റൊരു നടിയുണ്ടോ എന്ന് സംശയമാണ്. റാണി പത്മിനിയുടെ അമ്മയാണ് ഇന്ദിരാകുമാരി. ഇന്ദിരാകുമാരിക്ക് സിനിമയിൽ അഭിനയിച്ച് വലിയൊരു നടി ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അത് നടന്നില്ല. തന്റെ മകളായ റാണി പത്മിനിയെ എല്ലാവരും അറിയപ്പെടുന്ന വലിയൊരു നടിയാക്കി തന്റെ ആഗ്രഹം മകളിലൂടെ നിറവേറ്റണമെന്ന വാശി ഇന്ദിരാകുമാരിക്ക് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഇന്ദിരാകുമാരി മകൾ റാണി പത്മിനിയെയും കൂട്ടി തമിഴിലും തെലുങ്കിലും എന്തിന് ബോളിവുഡിൽ വരെ അവസരം ചോദിച്ചു പോയി. എന്നാൽ അവസരമൊന്നും കിട്ടാതെ ഒടുവിൽ മലയാള സിനിമയിൽ ചെറിയ അവസരം റാണി പത്മിനിക്ക് കിട്ടിത്തുടങ്ങി. തന്റെ ആദ്യ സിനിമയിൽ അഭിനയിക്കുമ്പോൾ റാണി പത്മിനിക്ക് 18 മുതൽ 19 വരെ വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. പ്രിയദർശന്റെ ആദ്യ തിരക്കഥയായ കുയിലിനെ തേടി എന്ന സിനിമയിൽ റാണി പത്മിനി അഭിനയിച്ചിരുന്നു. ആ സമയത്ത് പി. ജി. വിശ്വംഭരന്റെ ഒരു സിനിമയിൽ ബാലൻ കെ. നായർ റാണി പത്മിനിയെ റേപ്പ് ചെയ്യുന്ന ഒരു സീനുണ്ടായിരുന്നു. അതിനുശേഷം റാണി പത്മിനിക്ക് വലിയ തോതിൽ പോപ്പുലാരിറ്റി കിട്ടി. പിന്നീട് തന്റെ മകൾ ഏതുവിധത്തിലും എക്സ്പോസ് ചെയ്യാൻ തയ്യാറാണെന്ന് ഇന്ദിരാദേവി സംവിധായകന്മാരെ അറിയിച്ചു. പിന്നീട് റാണി പത്മിനിക്ക് അവസരങ്ങളുടെ പെരുമഴയായിരുന്നു. റാണി പത്മിനിയുടെ ഒരു ഡേറ്റ് കിട്ടാൻ സംവിധായകന്മാരും നിർമ്മാതാക്കളും ക്യൂ നിന്നിരുന്നു. വളരെ ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ അമ്മ ഇന്ദിരാദേവി ആയിരുന്നു എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ സിനിമയിൽ നിന്നും ഒരുപാട് പണവും പ്രശസ്തിയും അതിനോടൊപ്പം മറ്റു ബിസിനസ്സുകളിൽ നിന്നുമുള്ള ലാഭവും കിട്ടിത്തുടങ്ങിയപ്പോൾ ആഡംബര പ്രേമിയായ ഇന്ദിരാകുമാരി തങ്ങൾ രാജകീയമായി ജീവിക്കുകയാണെന്ന് ആളുകളെ കാണിക്കാൻ വേണ്ടി അണ്ണാനഗറിൽ ഒരു ആഡംബര ബംഗ്ലാവ് വാടകയ്ക്കെടുത്തു. വലിയ ബംഗ്ലാവും കാറുകളും ആഭരണങ്ങളും പോരാത്തതിന് അതിന്റെ കൂടെ തങ്ങൾക്ക് 3 പരിചാരകർ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റാണി പത്മിനിയുടെ പ്രമുഖ പത്രങ്ങളിൽ അന്ന് വാർത്ത കൊടുത്തിരുന്നു. അതിൽ ഒരു വാച്ച്മാനും കുക്കും ഡ്രൈവറും ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ആ തസ്തികകളിലേക്ക് വന്ന 3 വ്യക്തികൾ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തികളായിരുന്നു. 19 മുതൽ 20 വരെ വയസ്സുള്ള റാണി പത്മിനിക്ക് അതൊന്നും ആലോചിക്കാനുള്ള പക്വത ഇല്ലായിരുന്നു. 1980 കാലഘട്ടങ്ങളിൽ 7 ലക്ഷം രൂപയുടെ നിസ്സാൻ കാർ അവരുടെ പക്കലുണ്ടായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കുളിമുറിയിൽ അഴുകി ജീർണിച്ചു കിടക്കുന്ന റാണി പത്മിനിയുടെയും അമ്മ ഇന്ദിരാകുമാരിയുടെയും ജഡമാണ് ആളുകൾ കണ്ടത്. ശരീരത്തിൽ 12ഓളം കുത്തുകളുണ്ടായിരുന്നു. അതിനുപുറമെ വളരെ മൃഗീയമായിട്ടാണ് രണ്ടുപേരെയും കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ബംഗ്ലാവിൽ നിന്നും 15 ലക്ഷം രൂപയുടെ സ്വർണവും പണവും മാത്രമാണ് മോഷണം പോയിട്ടുണ്ടായിരുന്നത്. ശവശരീരം അഴുകിയതുകൊണ്ട് പോസ്റ്റ്മോർട്ടം കുളിമുറിയിൽ വെച്ചിട്ടാണ് നടത്തിയത്. ബന്ധുക്കൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആരെയും അറിയിക്കാൻ പോലീസിന് സാധിച്ചില്ല. റാണി പത്മിനിയുടെ മരണം കേരളത്തിനെയും തമിഴ്നാടിനെയും പിടിച്ചു കുലുക്കിയ സംഭവങ്ങളിൽ ഒന്നായിരുന്നു. ബംഗ്ലാവിൽ ജോലിക്ക് നിന്നിരുന്ന 3 വ്യക്തികളെ കാണാതായതോടുകൂടി അന്വേഷണം അവരിലേക്ക് ആരംഭിച്ചു. അവസാനം ആ 3 പ്രതികളെയും പിടിച്ച് ജയിലിൽ അടക്കുകയും എന്നാൽ പിന്നീട് ഒരാൾ മരണപ്പെട്ടു പോവുകയും വേറൊരാൾ ജയിൽ ചാടി രക്ഷപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ റാണി പത്മിനിയുടെയും അമ്മ ഇന്ദിരാകുമാരിയുടെയും മരണത്തിന് കാരണം ഈ 3 ജോലിക്കാരുടെ പേരിലാണ് ഇന്നും അറിയപ്പെടുന്നത്. എന്നാൽ വാസ്തവത്തിൽ ഇവിടെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഈ 3 പ്രതികൾ വെറും ഡമ്മി പ്രതികളാണ്. ഇതിനെക്കുറിച്ച് അടുത്തറിയാവുന്ന പലരും പറയുന്നത് മോഷണമാണ്. ആ 3 പ്രതികൾക്കും ഇവരെ കൊല്ലാതെ തന്നെ വളരെ ഈസിയായി പണവും സ്വർണവും കാറുകളും എടുത്തുകൊണ്ടുപോകാമായിരുന്നു എന്നാണ്. തന്നെയുമല്ല, മരിക്കുന്ന സമയത്ത് റാണി പത്മിനിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ടുണ്ടായിരുന്നു. സംശയം പോയത് ആ നാട്ടിലെ വളരെ പ്രമുഖനായ ഒരു വ്യക്തിയിലേക്കാണ്. ആ പ്രമുഖനായ വ്യക്തിയുടെ മകനുമായി റാണി പത്മിനിക്ക് പ്രണയമുണ്ടായിരുന്നു. എന്നാൽ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ റാണി പത്മിനി സത്യാഗ്രഹം ഇരിക്കുമെന്ന കാരണത്താൽ നാണക്കേട് ഭയന്ന് ആ പ്രമുഖൻ കൊട്ടേഷൻ ടീമിനെ അയച്ച് ഇവരെ രണ്ടുപേരെയും കൊലപ്പെടുത്തിയതാണെന്നും പറയപ്പെടുന്നു. എന്നാൽ ഈ ഒരു വാർത്ത പിന്നീട് ഒരു പത്രത്തിലും അടിച്ചു വരാതിരിക്കാൻ പലരും പണം കൊടുത്ത് ഒതുക്കിയതാണെന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ കരിയറിന്റെ ഏറ്റവും ഉയരത്തിൽ നിന്നിരുന്ന സമയത്ത് വെറും 24 വയസ്സുള്ള റാണി പത്മിനിയുടെ മരണം ഇപ്പോഴും വളച്ചൊടിക്കപ്പെട്ട ദുരൂഹമരണമായി നിലനിൽക്കുന്നു.